പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ലോകമെങ്ങും മുഴങ്ങിക്കേൾക്കുന്ന പേരാണ് ഹോർമുസ്. ഇറാൻ നിയന്ത്രിക്കുന്ന ലോകത്തെ ക്രൂഡ് ഓയിൽ നീക്കത്തിന്റെ വലിയ ഒരു ഭാഗം കടന്നുപോകുന്ന കടലിടുക്കാണിത്. ഇസ്രായേൽ സഖ്യം വിചാരിച്ചതുപോലെ ഹോർമുസ് പിടിച്ചെടുക്കുക എളുപ്പമല്ലെന്ന യാഥാർത്ഥ്യവും ലോകത്തിനു മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഹോർമുസിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലോകം മുഴുവൻ ചലിക്കണമെങ്കിൽ ഇന്ധനം ആവശ്യമാണ്. ആ ഇന്ധനത്തിന്റെ അഥവാ ക്രൂഡ് ഓയിലിന്റെ ഭൂരിഭാഗവും വരുന്നത് ഗൾഫ് നാടുകളിൽ നിന്നാണ്. ഈ രാജ്യങ്ങളിൽ നിന്ന് കപ്പലുകൾക്ക് പുറം ലോകത്തേക്ക് എത്തണമെങ്കിൽ കടന്നുപോകേണ്ട ഇടുങ്ങിയ സമുദ്രപാതയാണ് ഹോർമുസ് കടലിടുക്ക്. അതുകൊണ്ടാണ് ഹോർമുസിനെ ലോകത്തിന്റെ ഓയിൽ ബോട്ടിൽ നെക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹോർമുസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയണം. ഒമാനും ഇറാനും ഇടയിലുള്ള ഒരു ചെറിയ സമുദ്രഭാഗമാണിത്. ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് ഈ സമുദ്രപാതയ്ക്ക് ഏകദേശം 33 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്. ലോകത്തുപയോഗിക്കുന്ന എണ്ണയുടെ 5-1, അതായത് ഏകദേശം 20% ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്ധനവിലയും ഹോർമുസ് വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ലോകം മുഴുവൻ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കും. ഇതിപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ പാത അടഞ്ഞാൽ ക്രൂഡ് ഓയിൽ സപ്ലൈ കുറയും. തുടർന്ന് പെട്രോളിനും ഡീസലിനും വില കുതിച്ചുയരും. ഇത് സാധനങ്ങളുടെ വില കൂടാനും പണപ്പെരുപ്പത്തിനും കാരണമാകും. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചിരുന്നു. പണപ്പെരുപ്പം വർദ്ധിക്കുന്നത് രാജ്യങ്ങളുടെ വ്യാപാരക്കമ്മി ഉയരുന്നതിന് കാരണമാകും. ഇത് GDP വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. ഫലത്തിൽ ലോകത്തെ സാമ്പത്തിക ക്രമത്തെപ്പോലും നേരിട്ട് സ്വാധീനിക്കാൻ ശേഷിയുള്ള ഇടമാണ് ഹോർമുസ് എന്ന ചെറിയ ജലപാത. ഇന്ത്യയും ഹോർമുസും അഭേദ്യമായ ബന്ധമുണ്ട്. ആഭ്യന്തര ആവശ്യത്തിനുള്ള ഇന്ധനത്തിന്റെ 85% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഹോർമുസ് ഒരു ജീവനാഡിയാണ്. ഇന്ത്യയ്ക്ക് ആവശ്യമായ എണ്ണയുടെ വലിയൊരു ഭാഗം വരുന്നത് ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. ഇവയെല്ലാം ഹോർമുസ് വഴിയാണ് ഇന്ത്യയിലെത്തുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്നത് എണ്ണ മാത്രമല്ല, ലോകത്ത് ഉപയോഗിക്കുന്ന ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഭൂരിഭാഗവും നീങ്ങുന്നത് ഈ പാതയിലൂടെയാണ്. ഖത്തറിൽ നിന്നുള്ള ഗ്യാസ് വിതരണം പൂർണ്ണമായും ഹോർമുസിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഹോർമുസ് ബ്ലോക്ക് ചെയ്യപ്പെട്ടതാണ് ഇന്ത്യയിൽ LPG ക്ഷാമമുണ്ടാകാനും വില വർദ്ധിക്കാനും പ്രധാന കാരണമായത്. ഈ പാതയുടെ വടക്കു ഭാഗത്ത് ഇറാനും തെക്ക് ഭാഗത്ത് ഒമാനുമാണ്. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തങ്ങളുടെ കരുത്ത് കാണിക്കാൻ ഇറാൻ ആദ്യം ചെയ്യുന്നത് ഈ പാത അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു ദിവസം പോലും ഈ പാത അടഞ്ഞുകിടന്നാൽ ആഗോള വിപണി സ്തംഭിക്കുമെന്നതാണ് കാരണം. മധ്യപൂർവ്വ ദേശത്തു നിന്നുള്ള ചരക്ക് കപ്പലുകൾ ഹോർമുസ് ഒഴിവാക്കി ചരക്ക് നീക്കം നടത്തുന്നത് ഏറെക്കുറെ നടക്കാത്ത കാര്യമാണെന്നതാണ് യാഥാർത്ഥ്യം. സമുദ്രത്തിൽ മറ്റു പാതകൾ ചുറ്റിവരുമ്പോഴേക്കും ലോജിസ്റ്റിക്സ് ചിലവുകൾ ഭീമമായ തോതിൽ വർദ്ധിക്കുമെന്നതാണ് കാരണം. നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പുകളിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ തന്നെ തടസ്സമില്ലാതെ നിരന്തരം ഇന്ധനം എത്തണമെങ്കിൽ ഹോർമുസ് കടലിടുക്ക് ശാന്തമായിരിക്കണം. ഇന്ത്യ മാത്രമല്ല, ലോകത്തെ പ്രമുഖ രാജ്യങ്ങളെല്ലാം ഈ ചെറിയ പാതയിലേക്ക് കണ്ണുനട്ടിരിക്കാൻ കാരണവും മറ്റൊന്നല്ല.